ചാർലി, അവനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ജീവൻ അവനെ വിളിച്ചു. എനിക്കറിയില്ല ജീവൻ. ചാർലിയുടെ ശബ്ദം ഒരു നേർത്ത വിങ്ങലായി പുറത്തേക്ക് വന്നു. അവൾ എന്നെ വെറുക്കുമായിരിക്കും. എന്നെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് തോന്നില്ലായിരിക്കും. അതിൽ അവളെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അതിനുള്ള എല്ലാ അവകാശവും അവൾക്കുണ്ട്. കാരണം അത്ര വലിയ തെറ്റാണ് ഞാൻ അവളോട് ചെയ്തത്. അന്ന് ഞാൻ അവളെ സ്വന്തമാക്കിയത്. ഇത്രയും നാളും എല്ലാ സത്യങ്ങളും അവളിൽ നിന്നും ഞാൻ മറച്ചു വെച്ച് പെരുമാറിയത്. ഇപ്പൊ പോലും ഞാനൊന്നും തുറന്നു പറയില്ലായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞിനെ വേർപെടുത്താൻ നോക്കിയ അവൻ്റെ മുൻപിൽ എനിക്കിത് തുറന്നു പറയാതെ മറ്റു വഴികളില്ലായിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴെങ്കിലും ഞാൻ ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെടും. ചാർലി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അല്ല ചാർലി, നീ ഇത് തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോലും കോടതി ചെല്ലുമ്പോൾ DNA ടെസ്റ്റ് ആയിരിക്കും നടത്തുന്നത്. അപ്പം നീയാണ് അവളുടെ പപ്പ എന്നുള്ള സത്യം എല്ലാവരും അറിയില്ലായിരുന്നോ? ജീവൻ സംശയത്തോടെ അവനോട് ചോദിച്ചു. തീർച്ചയായിട്ടും അറിയായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടി അവളെയും കുഞ്ഞിനെയും കോടതി കയറ്റിയിറക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല, അവളെ തെറ്റായിട്ട് ചിത്രീകരിക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കോടതിയിലൊക്കെ ഇത് ഓപ്പണായിട്ട് പറഞ്ഞാൽ അവരൊക്കെ അവളെ ആ ഒരു രീതിയിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് അവനെ വിളിച്ചു വരുത്തിയപ്പോൾ അവനോട് മാത്രം ഇതൊക്കെ പറയാനെന്ന് കരുതിയത്. ചാർലി ജീവനെ നോക്കി പറയുന്നത് കേട്ട് അവനും അത് ശരിയാണെന്ന് തോന്നി. ചാർലി ആകെ തളർന്നു പോയിരുന്നു. ജീവൻ ഒരു ദീർഘനിശ്വാസം അടക്കി അവൻ്റെ അരികിലേക്ക് ചെന്നു. ചാർലിയുടെ തോളിൽ അവൻ ആശ്വാസം എന്നോണം കൈവച്ചു. നീ ചെയ്ത തെറ്റ് വലുതാ ചാർലി. പക്ഷെ അതിനുശേഷമുള്ള നിന്റെ ജീവിതം, അവൾക്കും കുഞ്ഞിനും വേണ്ടി നീ ചെയ്ത കാര്യങ്ങൾ, അവരെ നീ സ്നേഹിച്ചത്, അതൊന്നും ആർക്കും വില കുറച്ച് കാണാൻ കഴിയില്ല. പക്ഷെ ഷീതു, അവളിതറിയുമ്പോൾ അവളുടെ മനസ്സ് എത്രമാത്രം തകരുമെന്ന് നീ ആലോചിക്കണം. സത്യം എപ്പോഴും മൂടി വെക്കാൻ കഴിയില്ലടാ. എന്തെങ്കിലും ഒരിക്കൽ അവൾ ഇതറിയും. അന്ന് അവളെ അഭിമുഖീകരിക്കാൻ നീ സ്വയം തയ്യാറെടുക്കണം. ജീവൻ പറയുന്നത് കേട്ട് അവൻ ജീവനെ നോക്കി. ഇതിനു വേണ്ടി എന്ത് ന്യായീകരണമാണ് നീ അവളോട് ഇനി പറയാൻ പോകുന്നത്? ജീവൻ വീണ്ടും അവനെ നോക്കി ചോദിച്ചു. ന്യായങ്ങളൊന്നും പറഞ്ഞ് വീണ്ടും ഞാൻ എന്നെ തന്നെ താഴ്ത്താൻ ഉദ്ദേശിക്കുന്നില്ല ജീവ. അവളുടെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിക്കാനല്ലാതെ എനിക്കൊന്നിനും കഴിയേയില്ല. ചാർലി നിസ്സഹായതയോടെ അവനോട് പറഞ്ഞു. ചാർലി പതുക്കെ മുഖമുയർത്തി ജീവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ കുറ്റബോധവും ഭയവും വരിഞ്ഞു മുറുകിയിരുന്നു. ചിലപ്പോൾ ആദ്യത്തെ ഒരു പ്രയാസം കാണും ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ. എന്നാൽ പിന്നീട് അവൾ തന്നെ ചിന്തിക്കുമായിരിക്കും അതായിരുന്നു ശരിയെന്ന്. നീ ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ, മദ്യത്തിൻ്റെ പുറത്ത് സംഭവിച്ചു പോയതല്ലേ. ചിലപ്പോൾ അവൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ജീവൻ അവനെ സമാധാനപ്പെടുത്താൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടരുത് ജീവൻ, അതുപോലെ ഷീതുവിനെയും. ഒരുപക്ഷെ എൻ്റെ ഷീതുവിന് എന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെടുമായിരിക്കും. അവൾ എന്നെ വെറുക്കുമായിരിക്കും. ചാർലി അവനെ നോക്കി. ഏയ്, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. അങ്ങനെയൊന്നും നിന്നെ വെറുക്കാൻ അവൾക്ക് കഴിയില്ല. ജീവൻ വീണ്ടും അവനെ സമാധാനപ്പെടുത്തി. ആദത്തിന്റെ കാർ ഒരു നിയന്ത്രണവുമില്ലാതെ മെയിൻ റോഡിൽ കൂടി പാഞ്ഞു. അവന്റെ ഉള്ളിൽ ചിന്തകളുടെ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ വീശി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റിയറിംഗിൽ ഇരുന്ന അവന്റെ കൈകൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വർഷം താൻ അംഗീകരിച്ചില്ലെങ്കിലും തൻ്റെ മകളാണെന്ന് കരുതിയ ഒരു കുഞ്ഞ്, ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന വലിയൊരു അവകാശം, എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായിരിക്കുന്നു. താനെന്ന് കുഞ്ഞിനെ തള്ളിപ്പറഞ്ഞത്, പിന്നീട് തനിക്ക് സമാധാനമില്ലാതെ താൻ ജീവിച്ചത്, റിൻസിയുമായി വഴക്കുണ്ടാക്കി ജീവിച്ചത്, എല്ലാം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശാപമായിട്ട് അവന് തോന്നി. അവൻ്റെ കണ്ണുനീർ കാഴ്ചയെ മറച്ചപ്പോൾ അവൻ വേഗത കൂട്ടിക്കൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് ആ വളവിൽ വെച്ച് എതിരെ ഒരു ടാങ്കർ ലോറി ഹോൺ മുഴക്കിക്കൊണ്ട് പാഞ്ഞു വന്നത്. മനസ്സ് കൈവിട്ടു പോയ ആദത്തിന് ബ്രേക്ക് ചവിട്ടാൻ ഒരു നിമിഷത്തെ താമസം നേരിട്ടിരുന്നു. അവൻ സ്റ്റിയറിംഗ് പെട്ടെന്ന് വെട്ടിക്കാൻ നോക്കിയെങ്കിലും വൈകിപ്പോയിരുന്നു. വലിയൊരു മുഴക്കത്തോടെ ആദത്തിന്റെ കാർ ലോറിയുടെ മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറി. കാറിന്റെ മുൻഭാഗം പാടെ തകർന്നു. ആഘാതത്തിൽ കാർ റോഡരികിലെ ഒരു വലിയ മരത്തിലേക്കിടിച്ച് തലകീഴായി മറിഞ്ഞു. ആ വഴി കടന്നുപോയ ആളുകളെല്ലാം വണ്ടികൾ നിർത്തി അങ്ങോട്ടേക്ക് ഓടിയെത്തി. ഒരാളുണ്ട് ഡ്രൈവർ സീറ്റിൽ, നോക്കി നിൽക്കാതെ രക്ഷപ്പെടുത്താൻ നോക്ക്. ആരൊക്കെയോ വണ്ടിക്കുള്ളിൽ കിടക്കുന്ന ആദ്യത്തെ നോക്കി വിളിച്ചു പറയുന്നത് കണ്ണുകൾ അടഞ്ഞു പോകുന്ന സമയത്തും അവൻ കേട്ടിരുന്നു. വേഗം വണ്ടിയുടെ ഡോർ പൊളിക്ക്, ആൾക്ക് ജീവനുണ്ട്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, ആരോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ചേർന്ന് അവന്റെ വശത്തെ ഗ്ലാസ് തല്ലി പൊട്ടിച്ച് ചോരയിൽ കുതിർന്ന ആദത്തിന്റെ ശരീരം പതുക്കെ പുറത്തേക്കെടുത്തു. അവന്റെ നെറ്റിയിൽ നിന്നും തലയിൽ നിന്നുമൊക്കെ ചോര ഒലിച്ചിറങ്ങി. ഷർട്ടാകെ ചുവപ്പണിഞ്ഞിരുന്നു. ബോധം മറയുന്നതിന്റെ തൊട്ടു മുൻപ് ആദത്തിന്റെ ചുണ്ടുകൾ പതുക്കെ ചലിച്ചു. ഷീതു. അവൻ ആരെയാണ് വിളിച്ചതെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല. തൊട്ടടുത്ത നിമിഷം അവൻ പൂർണ്ണമായും അബോധാവസ്ഥയിലേക്ക് വീണു. ജീവന്റെ അടുത്തിരിക്കുകയായിരുന്നു ചാർലി. അപ്പോഴാണ് ചാർലിയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും കോള് വന്നത്. ഏതോ ഒരു പുതിയ നമ്പറാണല്ലോ. ചാർലി അതും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ, ചാർലി പറഞ്ഞു. പെട്ടെന്ന് മറുവശത്തു നിന്നും ആരോ എന്തോ പറയുന്നത് കേട്ട് ചാർലിയുടെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് വീണു. അവന്റെ മുഖത്താണെങ്കിൽ ആകെ പരിഭ്രമം നിറഞ്ഞു. എന്താടാ, എന്താ കാര്യം? ജീവൻ പരിഭ്രാന്തിയോടെ അവന്റെ തോളിൽ പിടിച്ച് കുലുക്കി. അത് ആദത്തിന് ആക്സിഡന്റ് പറ്റി, എനിക്കുടനെ ഹോസ്പിറ്റലിലേക്ക് പോകണം, ചാർലി വെപ്രാളത്തോടെ അവനോട് പറഞ്ഞു. എന്ത്?
ജീവൻ ഞെട്ടിത്തെറിച്ചു പോയി. നിന്നെ ആരാ ഇത് വിളിച്ചു പറഞ്ഞത്? ജീവൻ സംശയത്തോട് ചോദിച്ചു. അവന്റെ ഫോണിലെ ലാസ്റ്റ് കോള് കണ്ട് വിളിച്ചതാ. ഹോസ്പിറ്റലിൽ നിന്നാ വിളിച്ചത്. സംസാരിച്ച് നിൽക്കാൻ ഒട്ടും സമയമില്ല ജീവൻ, എനിക്ക് പോണം. ചാർലി വീണ്ടും അവനോട് പറഞ്ഞു. നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടി വരാം. ജീവൻ പറഞ്ഞു. ഒന്നും ആലോചിച്ച് നിൽക്കണ്ട ചാർലി, വണ്ടിയുടെ കീ എടുക്ക്. അവൻ എന്തോ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് ജീവൻ അവനോട് പറഞ്ഞിരുന്നു. ചാർലിയുടെ കൈകൾ വിറയ്ക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൻ കീ എടുത്ത് ജീവന് കൊടുത്തു. ചാർലിയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് ജീവനാണ് കാർ ഓടിച്ചിരുന്നത്. പോകുന്ന വഴിയിലെ ഉടനീളം ചാർലിയുടെ മനസ്സിൽ കുറ്റബോധത്തിന്റെ മറ്റൊരു തീക്കൂന കൂടി ആളിക്കത്താൻ തുടങ്ങി. താൻ ആ സത്യങ്ങൾ ഇപ്പോൾ തുറന്നു പറഞ്ഞതുകൊണ്ടല്ലേ അവൻ മനസ്സ് കൈവിട്ട് വണ്ടി ഓടിച്ചത്? താൻ കാരണമാണോ അവനിത് സംഭവിച്ചത്? അവന്റെ മനസ്സ് ആകെ കലങ്ങി മറിയാൻ തുടങ്ങിയിരുന്നു. അവരങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഷീതു ക്രിസ്റ്റിയെ കൊണ്ട് അവനെ വിളിപ്പിച്ചത്. ക്രിസ്റ്റി, ഞാൻ വിളിക്കാം. കാര്യങ്ങളൊന്നും തന്നെ പറയാതെ ചാർലി പെട്ടെന്ന് തന്നെ അവരോട് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. എന്താടാ, എന്താ പറഞ്ഞേ? അവൾ ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു. അവനെന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു, ഇങ്ങോട്ടേക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അവൻ തിരികെ അവളോട് മറുപടി പറഞ്ഞു. എന്നാൽ അവൾക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സ്വസ്ഥതയും വരുന്നുണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് അവളുടെ ഫോൺ എടുത്ത് അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ഇനിയിപ്പോൾ ആദത്തിന് കുഞ്ഞിനെ വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്നുള്ള പേടി അവൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഒരു പക്ഷേ അവരൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തതെന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു. മെഡിക്കൽ കോളേജിൽ എമർജൻസി വാർഡിൻ്റെ മുന്നിലേക്ക് ജീവൻ കാർ ബ്രേക്കിട്ട് നിർത്തി. അവരിരുവരും ഓടി അതിലേക്ക് കയറി. അവനെ ICUവിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും അങ്ങോട്ടേക്കാണ് ചെന്നത്. അവരങ്ങോട്ടേക്ക് ചെന്നതും അതിൻ്റെ വാതിൽ തുറന്നൊരു ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നതും ഒന്നിച്ചായിരുന്നു. ഡോക്ടർ ആദം, അവൻ വെപ്രാളത്തോടെ അയാളെ നോക്കി ചോദിച്ചു. നിങ്ങൾ? ഡോക്ടർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ എൻ്റെ ഫ്രണ്ടാണ്. ചാർലി അയാളെ നോക്കി മറുപടി പറഞ്ഞു. പേഷ്യൻറ്റിൻ്റെ നില വളരെ ഗുരുതരമാണ്. തലയ്ക്കാ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഒത്തിരി ബ്ലഡൊക്കെ ലോസ് ആയിട്ടുണ്ട്. ഡോക്ടർ അവരെ നോക്കി പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോയിരുന്നു. ചാർലി നിസ്സഹായതയോടെ കസേരയിലേക്കിരുന്നു. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും മനസ്സിലായിരുന്നില്ല. താനിപ്പോൾ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതാണ് ഒരുപക്ഷെ അവനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് അവൻ ഭയപ്പെട്ടു. അവൻ്റെ അപ്പൻ മരിച്ച് മാസങ്ങൾ പോലും ആയില്ല. അതിനു മുൻപേ തന്നെ അവൻ്റെ അമ്മയ്ക്ക് മറ്റൊരു ദുരന്തം കൂടി താങ്ങാനുള്ള ശേഷി ഉണ്ടാകുമോ എന്നും അവൻ ഭയപ്പെട്ടിരുന്നു. ചാർലി തല കൈകളിൽ താങ്ങി ആ ഇരിപ്പ് തുടരുമ്പോഴും അവൻ്റെ ഉള്ളിൽ ചിന്തകളുടെ ഒരു വലിയ യുദ്ധം തന്നെ നടക്കുകയായിരുന്നു. ആദത്തിൻ്റെ മമ്മിയെ എങ്ങനെ ഈ വിവരം അറിയിക്കും? ഭർത്താവിൻ്റെ മരണം, മരുമകളുടെ ആത്മഹത്യ, അതിന് പുറമെ ഏക മകൻ്റെ ഈ അവസ്ഥ കൂടി അറിഞ്ഞാൽ അവനത് താങ്ങില്ല. അവൻ മനസ്സിൽ ചിന്തിച്ചു. പെട്ടെന്നാണ് ചാർലിയുടെ ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. സ്ക്രീനിൽ ഷീതു എന്ന പേര് തെളിഞ്ഞു വന്നു. അവൻ ഫോണിലേക്ക് നോക്കി ഒരു നിമിഷം മരവിച്ചിരുന്നു പോയി. അവളുടെ കോൾ എടുക്കണോ, അവളോട് സംസാരിക്കണോ? അവൾ തന്നോട് കാര്യങ്ങൾ ചോദിച്ച് അവളോട് എന്തൊക്കെ മറുപടി പറയും എന്നൊക്കെയുള്ള സംശയമായിരുന്നു അവന്. എടാ ചാർലി, ഷീതുവാ, നീ ഫോൺ എടുത്ത് സംസാരിക്ക്. മറ്റു കാര്യങ്ങളൊന്നും പറയണ്ട. ഇതുപോലെ ഇവന് ആക്സിഡൻറ്റ് പറ്റിയതൊന്ന് സൂചിപ്പിച്ചേക്ക്. ഒന്നും പറയാതിരുന്ന അവളും ഈ പറഞ്ഞ മാതിരി പേടിച്ചു പോയില്ലേ? ജീവൻ പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി. അവൻ ഉടനെ തന്നെ അവളുടെ കോള് അറ്റൻഡ് ചെയ്തു. ഇച്ചായ, അവൾ വിളിച്ചു. ആ പറ ഷീതു. അവൻ തിരികെ മറുപടി പറഞ്ഞു. ഇച്ചായ, ആ ഫ്രണ്ടിനോട് സംസാരിച്ചോ? എന്താ പറയുന്നത്? കുഞ്ഞിനെ നഷ്ടപ്പെടുവോ? ക്രിസ്റ്റി വിളിച്ചപ്പോൾ ഇച്ചായൻ തിരികെ വിളിച്ചോളാന്ന് പറഞ്ഞു. എന്തോ ടെൻഷനിലാണെന്ന് എനിക്ക് അപ്പോൾ തോന്നി. എനിക്കാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഉള്ളിൽ എന്തൊക്കെയോ ഒരു ഭയം പോലെ. എന്താണേലും എന്നോട് തുറന്നു പറയിച്ചായ, അവൾ വിഷമത്തോടെ അവനോട് പറഞ്ഞു. കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം അവൾക്ക് നന്നായിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ കുറച്ചു നേരത്തേക്ക് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. എന്താ ഇച്ചായി ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചത് ഇച്ചായി കേട്ടില്ലേ? അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. ഏയ്, അതൊന്നും അല്ല ഷീതു. ഞാൻ ജീവനെ കൊണ്ട് ആദത്തിനെ വിളിപ്പിച്ചിരുന്നു. ചാർലി അവളോട് കള്ളം പറയാൻ പാടുപെട്ടു. എന്നിട്ട്? അവൾ അത് കേട്ടതും ആകാംക്ഷയോട് ചോദിച്ചു. അവനുമായി സംസാരിച്ചെല്ലാം സെറ്റിൽഡ് ആക്കി. അവൻ ആ കേസ് പിൻവലിച്ചോളാന്ന് സമ്മതിച്ചിട്ടുണ്ട്. നീ പേടിക്കണ്ട. ചാർലി അവളെ സമാധാനിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ അവളോട് പറഞ്ഞു. അവനങ്ങനെ പറയുന്നത് കേട്ട് ജീവൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ക്രിസ്റ്റി ചോദിച്ചപ്പോൾ ഇച്ചായൻ അത് പറയാഞ്ഞ എന്താ? ഇച്ചായൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചുപോയി. അവൾ ഭയത്തോടെ അവനോട് പറഞ്ഞു. ഏയ്, അത് ഞാൻ ജീവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവൻ പെട്ടെന്ന് തന്നെ അവളെ സമാധാനിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ മറുപടി പറഞ്ഞു. അപ്പോൾ ഇനി കുഞ്ഞിനെ ചോദിച്ചുകൊണ്ട് വരില്ല അല്ലേ? നമുക്ക് നമ്മുടെ മോളെ നഷ്ടപ്പെടില്ലായിരിക്കും അല്ലേ? എനിക്ക് സത്യത്തിൽ ഇവിടെ ഇരുന്നിട്ട് പേടിയാവുന്നു ചായ. അത് പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. ഏയ്, ഞാനുള്ളപ്പോൾ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മുടെ കുഞ്ഞിനെ ആരും നമ്മളിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോവില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ പിന്നെ വിളിക്കാം.
അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. എന്തുകൊണ്ടോ ആദത്തിന് ആക്സിഡന്റ് പറ്റിയ കാര്യം അവളോടിപ്പോൾ ഫോണിൽ കൂടി പറയണ്ട എന്ന് അവന് തോന്നി. ജീവൻ, ആദത്തിന്റെ മമ്മിയെ നമ്മൾ അറിയിച്ചേ പറ്റുള്ളൂ. പക്ഷേ എനിക്കാണെങ്കിൽ അതിനുള്ള ധൈര്യം ഇല്ലടാ. ചാർലി സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ടെൻഷൻ ആവാതിരിക്കെ, വരാനുള്ളത് വന്നു. നമുക്ക് ആദ്യം ആൻറ്റീനെ വിളിച്ച് കാര്യം പറയാം. ഞാൻ സംസാരിക്കാം. ജീവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുക്കാൻ പോയപ്പോഴേക്കും ICUവിൻ്റെ വാതിൽ വീണ്ടും തുറന്നു. ഒരു നേഴ്സ് വെപ്രാളത്തോടെ പുറത്തേക്ക് ഓടി വന്നു. ആദ്യത്തിൻ്റെ കൂടെ വന്നവരാരാ? അവർ പറയുന്നത് കേട്ട് ചാർലിയും ജീവനും എഴുന്നേറ്റു. അർജന്റിന് നില കൂടുതൽ വഷളാവുക. BP വല്ലാതെ താഴുന്നു. പെട്ടെന്ന് O- ഗ്രൂപ്പ് ബ്ലഡ് വേണം. ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിൽ ആ ഗ്രൂപ്പ് സ്റ്റോക്കില്ല. എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ നോക്കണേ, അവർ വെപ്രാളത്തോടെ അവരോട് പറഞ്ഞു. അത് കേട്ടതും ചാർലി പെട്ടെന്ന് എഴുന്നേറ്റു. ആദത്തിൻ്റെ അതേ O- ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് തനിക്കുള്ളതെന്ന് അവൻ ഓർത്തു. സിസ്റ്റർ, എൻ്റെ ബ്ലഡ് O- ആണ്, ഞാൻ തരാം. ചാർലി അവർക്ക് മറുപടി നൽകി. ശരി, വേഗം ബ്ലഡ് ബാങ്കിലേക്ക് വാ, നേഴ്സ് അവനോട് പറഞ്ഞതും അവൻ തലയാട്ടിയിരുന്നു. ജീവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ചാർലി അവരോടൊപ്പം നടന്നു. പോകുന്ന വഴിയിൽ ചാർലിക്ക് ഒരു ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാപത്തും കൂടാതെ അവൻ തിരികെ വരണേ എന്ന്. ബ്ലഡ് കൊടുക്കുമ്പോഴും അവൻ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കാരണം ആ അമ്മയുടെ നിലവിളി ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകരുതെന്ന്. ബ്ലഡ് എടുത്ത് കഴിഞ്ഞ ഉടൻ തളർച്ച വകവയ്ക്കാതെ ചാർലി വീണ്ടും ICUവിൻ്റെ മുൻപിലേക്ക് ഓടിയെത്തി. ജീവൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളത്തോടെ നടക്കുന്നുണ്ടായിരുന്നു. എടാ, അവൻ്റെ അമ്മയെ വിവരം അറിയിക്കണം, ജീവൻ അവനെ നോക്കി പറഞ്ഞു. നേരിട്ട് അങ്ങനെ പറയണ്ട, ആ അമ്മയ്ക്കത് താങ്ങാൻ കഴിയില്ല. ഞാൻ ക്രിസ്റ്റി അങ്ങോട്ടേക്ക് വിടാം, അവനോട് കാര്യങ്ങളൊക്കെ പറയാം. ചാർലി പറഞ്ഞതും അത് നല്ല കാര്യമാണെന്ന് അവന് തോന്നിയിരുന്നു. ഉടനെ തന്നെ ക്രിസ്റ്റിയെ വിളിച്ച് ആദത്തിന് ഇങ്ങനൊരു ആക്സിഡന്റ് പറ്റിയെന്നും ഹോസ്പിറ്റലിലാണെന്നും മറ്റും പറഞ്ഞു. ശേഷം വീട്ടിൽ ചെന്ന് അവൻ്റെ അമ്മയോട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും അവരെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരാനും ചാർലി അവനെ ഓർമ്മിപ്പിച്ചു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ICUവിൻ്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അത്ര നല്ല ഭാവമായിരുന്നില്ല. ചാർലിയും ജീവനും ഒന്നിച്ച് ഡോക്ടറുടെ അരികിലേക്ക് ചെന്നു. ഡോക്ടർ, ആദം. ചാർലിയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആദത്തെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചാർലി വല്ലാതെ ഭയപ്പെട്ടു. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരൻ താൻ മാത്രമാണെന്ന് അവൻ അറിയാമായിരുന്നു. ബ്ലഡ് കയറ്റിയതുകൊണ്ട് തൽക്കാലം ആ ഡേഞ്ചർ സോൺ കടന്നിട്ടുണ്ട്. BP ഇപ്പോൾ സ്റ്റേബിളാണ്. ഡോക്ടർ പറഞ്ഞത് കേട്ടതും ചാർലിയുടെ നെഞ്ചിൽ നിന്നും വലിയൊരു ഭാരം ഇറക്കി വെച്ചു. അവൻ നെഞ്ചിൽ കൈവച്ച് ഒരു ദീർഘനിശ്വാസം എടുത്തു. ഡോക്ടർ, അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ജീവൻ ആശ്വാസത്തോടെ ചോദിച്ചു. പെട്ടെന്ന് ബ്ലഡ് കിട്ടിയത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. നെറ്റിയിലെ മുറിവ് അല്പം ആഴമുള്ളതായിരുന്നു. അവിടെ കുറച്ച് സ്റ്റിച്ചുകൾ ഇട്ടിട്ടുണ്ട്. ബോഡിയിൽ ചെറിയ ചില ചതവുകളുണ്ട്. പക്ഷേ ഇന്റേണൽ ഇഞ്ചുറീസ് ഒന്നും തന്നെയില്ല. അനസ്തേഷ്യയുടെ മയക്കം മാറിക്കഴിയുമ്പോൾ പുള്ളിക്ക് ബോധം വരും. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോക്ടർ പുഞ്ചിരിയോടെ അവരെ ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്ന് നടന്നു. ചാർലി അടുത്തുള്ള കസേരയിലേക്ക് തളർന്നിരുന്നു. ആദത്തിന് വലിയ കുഴപ്പമില്ലെന്നറിഞ്ഞപ്പോൾ മാത്രമാണ് അവൻ്റെ ശ്വാസം നേരെ വീണത്. അപ്പോഴേക്കും ICUവിൻ്റെ മുൻപിലേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ആദത്തിൻ്റെ മമ്മി ഓടിയെത്തിയിരുന്നു. അവരുടെ ഒപ്പം ക്രിസ്റ്റിയും ഉണ്ടായിരുന്നു. ചാർലി, എൻ്റെ മോന് എന്തു പറ്റി? ആദത്തിൻ്റെ അമ്മ അവൻ്റെ കൈകളിൽ പിടിച്ച് നെഞ്ചു പൊട്ടിക്കരഞ്ഞു. ചാർലി വേഗം ആ അമ്മയെ ചേർത്ത് പിടിച്ചു. ആൻറ്റി, പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. ചെറിയൊരു ആക്സിഡൻറ്റാ, വലിയ പരിക്കുകളൊന്നുമില്ല. ഇപ്പം മയക്കത്തിലാണ്. കുറച്ച് കഴിയുമ്പോൾ ബോധം വരും. ആൻറ്റി വിഷമിക്കാതിരിക്കുക. ചാർലിയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് ആ അമ്മയ്ക്ക് അല്പമെങ്കിലും ആശ്വാസമായത്. ക്രിസ്റ്റി ചാർലിയും ജീവനെയും മാറി നിന്ന് നോക്കി. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ക്രിസ്റ്റി സംശയത്തോടെ അവരോട് ചോദിച്ചു. അറിയില്ലടാ, അവൻ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധ മാറിപ്പോയതായിരിക്കും. ജീവൻ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാതെ പെട്ടെന്ന് പറഞ്ഞു. വൈകുന്നേരമായിട്ടും ചാർലിയും ക്രിസ്റ്റിയും വീട്ടിലേക്ക് തിരികെ വരാഞ്ഞതും ഷീതുവിന് എന്തൊക്കെയോ ഭയം തോന്നാൻ തുടങ്ങി. ചാർലി വിളിക്കുമ്പോഴൊക്കെ വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ വരുന്നുണ്ടായിരുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആദത്തിന് ബോധം വന്നു തുടങ്ങിയെന്ന് നേഴ്സ് വന്ന് അറിയിച്ചു. അവർക്ക് രണ്ടുപേർക്കും ഉള്ളിലേക്ക് കയറാൻ അനുവാദവും കിട്ടി. ആദത്തിൻ്റെ അമ്മയും ചാർലിയും കൂടിയാണ് ഉള്ളിലേക്ക് ചെന്നത്. അവനെ ഒന്ന് കണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് ചാർലി മനസ്സിൽ വിചാരിച്ചതുകൊണ്ടാണ് അവൻ വീട്ടിലേക്ക് മടങ്ങി പോകാഞ്ഞത്. ക്രിസ്റ്റിയും അവൻ്റെ ഒപ്പം തന്നെ നിൽക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ജീവൻ അതിനു മുൻപേ തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവനെ വിളിച്ചാൽ മതിയെന്ന് പോകുന്നതിന് മുൻപേ അവൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അകത്തേക്ക് കയറി ചെന്നതും ബെഡിൽ തലയിൽ വലിയൊരു ബാൻഡേജുമായി കിടക്കുന്ന ആദത്തെ ചാർലി നോക്കി. അവൻ്റെ കണ്ണുകൾ പതുക്കെ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ചാർലിയെ കണ്ട ആദത്തിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എന്താ മോനെ ഇത്? നിനക്ക് വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ചു ഓടിച്ചൂടെ? ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേ സ്പീഡ് കുറച്ച് പോകണമെന്ന്? എനിക്കിനി നീ മാത്രമല്ലേ ഉള്ളൂ. നിന്നെയും കൂടി നഷ്ടപ്പെട്ടാ എനിക്ക് പിന്നെ ആരാടാ ഉള്ളത്? ആ മാതൃഹൃദയം വേദനിച്ച് പറയാനായി തുടങ്ങി. എനിക്ക് ഒന്നും പറ്റിയില്ലല്ലോ മമ്മി. അവൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൻ്റെ മമ്മി കൂടെയുള്ളത് കൊണ്ട് ചാർലിക്കും ആദത്തിനും പരസ്പരം ഒന്നും തന്നെ മിണ്ടാനോ പറയാനോ കഴിഞ്ഞിരുന്നില്ല. ഇപ്പം എങ്ങനെയുണ്ട്? ചാർലി അവനെ നോക്കി ചോദിച്ചു. വേദനയുണ്ട്, പിന്നെ തലയ്ക്കെന്തോ ഒരു ഭാരം പോലെ. ആദം അവന് മറുപടി നൽകി.
അതിന് ചാർലി ഒന്ന് മൂളി. നീയാണല്ലേ എനിക്ക് ബ്ലഡ് തന്നത്? ചെറിയൊരു പുഞ്ചിരിയോടെ ആദം ചാർലിയെ നോക്കി ചോദിച്ചു. അത് കേട്ടതും ചാർലി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇവിടെ സിസ്റ്റർമാർ പറഞ്ഞു. അവൻ നോക്കുന്നത് കണ്ട് ആദം അവന് മറുപടി നൽകി. ചാർലി അവനെ തന്നെ നോക്കുകയായിരുന്നു. ആ കണ്ണുകളിൽ ഇപ്പോൾ ദേഷ്യമോ വാശിയോ ഇല്ലായിരുന്നു. പകരം തിരിച്ചറിവിൻ്റെയും വലിയൊരു പശ്ചാത്താപത്തിൻ്റെയും ഭാവമായിരുന്നു. കൂടുതൽ നിൽക്കാതെ അവരോട് യാത്ര പറഞ്ഞതിന് ശേഷം തിരികെ വീട്ടിലേക്ക് പോകാനായി ചാർലി തുടങ്ങി. മോനെ, ആദത്തിന്റെ മമ്മി വിളിക്കുന്നത് കേട്ട് അവനൊന്ന് നിന്നു. അവർ നടന്ന് അവന്റെ അടുത്തേക്ക് ചെന്നു. ഒരുപാട് നന്ദിയുണ്ട് മോനോട്, ഒന്നും ഓർക്കാതെ അവനെ രക്ഷിച്ചതിന്, അവന് വേണ്ടിയിട്ട് ബ്ലഡ് കൊടുത്തതിന്, അവർ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണുനീരോടെ പറഞ്ഞു. എന്നാൽ അത് കേട്ട് ഒന്നും മിണ്ടാതെ ചാർലി ആദത്തിന്റെ മുഖത്തേക്കും ആദവും ഒന്നും തന്നെ പറയാതെ അവനെ തിരികെയും നോക്കുകയായിരുന്നു.